എന്തൊക്കെയായിരുന്നു? റോഡിൽ കുട്ടികളെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോ അവിചാരിതമായി പ്രണവ് ഐശ്വര്യയെ കാണുന്നു. അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജുബയ്ക്ക് തീ പിടിക്കുന്നു. റെസ്റ്റോറന്റിലേക്കും പാർക്കിലേക്കും പറഞ്ഞുവിടുന്നു. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടായിരുന്നില്ലേ ഗൗതം? എന്നെ വെറും ഒരു പൊട്ടിയാക്കിക്കൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചത്? എനിക്ക് സത്യത്തിൽ എന്ത് വിലയാ ഭർത്താവ് തരുന്നത്? പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഗൗതം ചെയ്ത ഈ പ്രവൃത്തിയെ ഒരു വിധത്തിലും ന്യായീകരിക്കാവൊന്നും കരുതണ്ട. ചതിയാ ഗൗതം എന്നോട് ചെയ്തത്. ഐശ്വര്യ ഒരു നല്ല കുട്ടിയാ. അവളെ ഗൗതമിന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? അറിഞ്ഞുകൊണ്ടാണ് പ്രണവിനെ ഈ പ്രണയ നാടകത്തിൽ പങ്കുകാരനാക്കിയതെന്ന് എന്നോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ? പ്രണവിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിനെ ഗൗതമിന് നേരത്തെ അറിയാമായിരുന്നു എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കുമെന്ന് ഗൗതം കരുതിയോ? എന്തൊക്കെയാ നീ പറയുന്നത്? കാര്യം അറിയാതെ നീ സംസാരിക്കുന്നത്. അതെ, എനിക്കൊന്നും അറിയില്ല. പമ്പര വിട്ടിയാ ഞാൻ. എനിക്കിത് ഡൈജസ്റ്റ് ആവില്ല. ഗൗതം പ്ലീസ്, എനിക്ക് വീട്ടിൽ പോണം. എന്നെ തിരിച്ചു കൊണ്ടുപോ. എനിക്ക് പോണം. വരുന്നുണ്ടോ എന്റെ കൂടെ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇതിലിനി പ്രത്യേകിച്ച് തീരുമാനം ഉണ്ടാക്കാൻ ഒന്നുമില്ല. പ്രണവ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഗൗതമിന് അറിയാവുന്ന കുട്ടിയാണെന്നും ഗൗതമിന്റെ പ്ലാനിംഗ് ആയിരുന്നു എല്ലാമെന്നും എന്നോട് പറയാതിരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാ. അയ്യോ, എനിക്കിനി കൂടുതൽ വിശദീകരണം ഒന്നും കേൾക്കണ്ട. നിധി, അതിന് പ്രണവ് ഐശ്വര്യയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ആര് പറഞ്ഞു?